ഗുഡ് ഈവനിങ് ഗായ്സ്. അങ്ങനെ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ഈഫിൽ ടവർ കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടോ ഗൈസ്. നമുക്ക് പാരീസിലായിരുന്നു ഡെലിവറി. നമ്മളവിടെ നിന്ന് 22 കിലോമീറ്റർ ആയിരുന്നു ഈഫിൽ ടവർ. അപ്പോൾ നമ്മൾ ട്രെയിൻ പിടിച്ചു, ഈഫിൽ ടവർ വന്നു കേട്ടോ. ജസ്റ്റ് നമുക്ക് ഈഫിൽ ടവർ അതിൻ്റെ പരിസരമൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം ഗൈസ്. ഇത് അടിപൊളി ഈവനിങ് ഒക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. രാത്രി ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ഈഫിൽ ടവർ. അപ്പം നമുക്ക് ഫുൾ മെട്രോയും ബസ്സുമാണ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ടിക്കറ്റ് ഒരുമിച്ച് എടുത്താണ് കേട്ടോ. നമുക്ക് €4, ഏകദേശം 450 രൂപയായി. നമ്മൾ പാർക്ക് ചെയ്ത പാർക്കിംഗ് നിന്ന് നമുക്ക് ഈഫിൽ ടവർ വരാൻ വേണ്ടിയിട്ട് ഏകദേശം €450, €4.5 കേട്ടോ. €4, 450 ഇന്ത്യൻ റുപ്പി. അപ്പം നമുക്ക് അവിടെ ഒരു വ്യൂ കാണാനുണ്ട്. ജസ്റ്റ് നമുക്ക് ആ വ്യൂ കൂടി പോയി കാണാം. നമ്മൾ ഈഫിൽ ടവറിനെ ചുറ്റി ഈഫിൽ ടവറിൻ്റെ ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമുക്കെല്ലാം കാർഡും വാലറ്റും വെച്ചിട്ടാണ് നമ്മളെ ഫുൾ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബസ്സായാലും ട്രെയിനായാലും അതേപോലെ സൈക്കിൾസ് ഉണ്ട് കേട്ടോ, ഇലക്ട്രിക് സൈക്കിൾസ് അതേ കാണുന്നു. ഈഫിൽ ടവറിൻ്റെ ഒരു ടോപ്പ് കാണാം. മൊത്തത്തിലൊരു ടൂറിസ്റ്റ് വൈബാണ്, ടൂറിസ്റ്റ് സ്ഥലമാണ്. ജസ്റ്റ് നമുക്ക് ആ ഒരു ഗരുഡൻ വ്യൂ കൂടി അവിടെ കണ്ടു. അപ്പോൾ അതുകൂടി കാണാൻ വെച്ച് പോകണം നമ്മൾ. ഓക്കെ, വെഡറ്റെ ഡി പാരീസ്. ഈ ഫ്രഞ്ചും ഇംഗ്ലീഷും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പല യൂത്തും അവർക്കൊക്കെ നമുക്ക് ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു. അതേപോലെ ഇതൊരു റിവറാണ്, ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മളെ പാരീസിൻ്റെ ഒരു തനതായൊരു ശില്പമുണ്ട്. അപ്പോൾ അത് കാണാമെന്ന് വെച്ചിട്ട് എന്താണ് പറയുക, പോയി നോക്കാം. അവിടെയാണ് കേട്ടോ ഈഫിൽ ടവർ വരുന്നത്. ഇവിടെയാണ് ഈഫിൽ ടവറിൻ്റെ ഒരു സൈഡിൽ കൂടെ. ഈഫിൽ ടവറിൻ്റെ ഇവിടെ നമുക്കൊരു ഹൗസ് ബോട്ടിങ് പോലത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളുമാണ്. ഈഫിൽ ടവർ അവിടെ കിടക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു തനത് രൂപമായ പാരീസിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അത് കാണാൻ ചെറിയ പോയി നോക്കാം. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഫോട്ടോ പോയിന്റ് എന്നൊക്കെ പറയാം. നമ്മളെ ഈഫിൽ ടവറിൻ്റെ ഒരു ഫോട്ടോ പോയിന്റ് ആണ്. അത്യാവശ്യം നല്ല റഷും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരു ക്യൂട്ട് ബേബി. അവിടെ കപ്പിൾ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അത് ക്യാമറാമാൻ്റെ കഴിവത്തിൽ കാണാമായിരിക്കാം. കപ്പിൾ ഫോട്ടോഷൂട്ട് നടക്കുന്നു അവിടെ. ഇവിടെ ബാക്കിൽ ഇതാ ഈഫിൽ ടവർ ഉണ്ട് കേട്ടോ. ഒരു പെറ്റ്സൊക്കെ ആയിട്ട് കറങ്ങാൻ വന്നിട്ടുണ്ട്. അധികം ഷൂട്ടിങ്സ് കപ്പിൾ ഷൂട്ടാണ് മെയിനായിട്ട് കേട്ടോ. വേറൊരു കപ്പിൾ വേറെ ഫോട്ടോജനിക്കായിട്ടുള്ള കപ്പിൾ ഫോട്ടോഷൂട്ട്സാണ് അവിടെ നടക്കുന്നത്. ഈഫിൽ ടവറിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് അവർക്കൊരു ഈ ഒരു ശില്പമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടു. അപ്പം ബ്യൂട്ടിഫുൾ പോയിന്റ്. ജസ്റ്റ് നമുക്ക് ഈ പാലത്തിൽ കൂടെ കുറച്ചുകൂടി നടക്കാം. നമുക്കെന്നൊരു ലോങ് ഷൂട്ടിൽ എന്താണ് ഈഫിൽ ടവർ നോക്കാം ഗൈസ്. മുകളിൽ കൂടെ മെട്രോ പോകുന്നുണ്ടോ? ഈ മെട്രോയിലാണ്
ഈ മുകളിൽ കൂടെ മെട്രോൻ്റെ പണിയാണ് അവിടെ നടക്കുന്നത്. ചുറ്റും പാരീസിന് ചുറ്റിപ്പറ്റി പുതിയ മെട്രോ വരുന്നുണ്ട്, അതിൻ്റെ പണി നടക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ എൻ്റെ വരെ നടന്നിട്ട് നമുക്ക് തിരിച്ചു പോകട്ടോ. നമ്മൾ ജസ്റ്റ് ആ ബ്രിഡ്ജ് വരുന്ന ഒരു ഓപ്പൺ കാർ പോയിട്ടു. ഓക്കെ, ഇത് ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് നമുക്ക് 2-3 ദിവസം ഇരുന്ന് കാണാനുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ചുറ്റിക്കറങ്ങി കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഞാനിതാ ഒരു സൈഡ് പാലത്തിൻ്റെ എൻഡായി. ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ഈ ഒരു പുഴ, ഇവിടെയാണ് ഈഫിൽ ടവർ വരുന്നത് കേട്ടോ. അവിടെ നമ്മുടെ ആ ഒരു പ്രതിമ, നമ്മൾ പറഞ്ഞ ആ പ്രതിമ അവിടെ ഉണ്ട്. ഓക്കെ, പക്ഷേ നല്ലൊരു നൈസൊരു വൈബ് ഈവനിങ് പോലെ കേട്ടോ. നല്ലൊരു അന്തരീക്ഷവും കാര്യങ്ങളാണ്. ഇന്നലെയൊക്കെ മഴയായിരുന്നു കേട്ടോ ഈ സമയത്ത്. ഇന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ല. ഈഫിൽ ടവറിൽ നമുക്ക് ഓരോ ലെവലിനും ഓരോ പൈസ ഉണ്ട്. നമ്മളതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല, നമ്മൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നോക്കിയിട്ട് ഈഫിൽ ടവറിൻ്റെ അടുത്ത് പോകണം. ഇതിൻ്റെ അടുത്ത് കയറാൻ പറ്റുവാണെങ്കിൽ കയറാം. 11 മണി വരെ ഓപ്പൺ ആണ്. രാവിലെ 9:30 മുതൽ 11:30 വരെ ശനിയാഴ്ച ഓപ്പൺ ആണ് കേട്ടോ ഈഫിൽ ടവർ. പക്ഷെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇത് നമ്മളെ റെനോൾട്ടിൻ്റെ കിറ്റ് കാർ ഇവിടെ. നമ്മൾ തിരിച്ച് നമ്മളെ ഭക്ഷണ അടുത്തേക്ക് തന്നെ പോകാം. ജസ്റ്റ് ഒന്ന് കാണാൻ ഈഫിൽ ടവറിൻ്റെ അടുത്ത് പോകണം. ഇതാണൊരു ആൾക്കാരൊരു ഈവനിങ് വാക്ക് പോലെ നമുക്കൊരു മൈൻഡ് ചില്ലിങ് ആയ സ്ഥലം കേട്ടോ. ഈ ഒരു പെറ്റ്. അപ്പം നമ്മൾ തിരിച്ച് ഈഫിൽ ടവറിൻ്റെ അടുത്തേക്ക് തന്നെ പോവാണ്. ഒരു ചിരി വന്നു. അതേ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അതേ ബോട്ടിംഗ് നടക്കുന്നുണ്ട്. ഇത് ഇവിടെ വേറെ ഒരു ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ടൈപ്പ് ഓഫ് ബോട്ടിംഗ് ഓപ്പൺ ആയിട്ട് 2 സൈഡും. അത് പക്ഷേ ക്ലോസ്ഡ് ആണ്. ഇവർ റിലേറ്റീവ്സ് ആണെന്ന് തോന്നുന്നു. ടാറ്റ കൊടുക്കുന്നുണ്ട് ഇവർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈഫിൽ ടവർ വിശേഷങ്ങൾ. നമുക്കൊരു ചാൻസ് കിട്ടി, നമ്മൾ ആ ചാൻസിൽ വന്നിട്ടോ. നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാം. ഞാൻ വീഡിയോ തൽക്കാലം ഇവിടെ പോസ്റ്റ് ചെയ്യണം, കട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു കപ്പിൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈഫിൽ ടവർ.